ഓക്കെ, ഇന്നത്തെ വേർഡ് ഓഫ് ദി ഡേ എന്ന് പറയുന്നത് ചങ്ങാടം എന്ന വേർഡാണ്. ചങ്ങാടം എന്ന് പറയുന്നത് നമുക്കറിയാം, ജലത്തിൽ പുരാതന ആൾക്കാരും ഇപ്പോഴത്തെ ആൾക്കാരും ഒക്കെ ഉപയോഗിക്കുന്ന ഒരു ജലഗതാഗത മാർഗ്ഗമാണ് ചങ്ങാടം എന്ന് പറയുന്നത്. ചങ്ങാടത്തെ വേണമെങ്കിൽ ഒരു വണ്ടി എന്ന് വേണമെങ്കിൽ പറയാം, കാരണം വാഹനമാണല്ലോ. അപ്പോൾ അതുകൊണ്ട് വണ്ടി എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ അതിനുവേണ്ടി ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരു മീൻസാണ് ചങ്ങാടം എന്ന് പറയുന്നത്. ഇത് ശരിയായിട്ട് വന്നത് പോർച്ചുഗൽ ഭാഷയിൽ നിന്നാണെന്ന് പറയപ്പെടുന്നു. പോർച്ചുഗൽ ഭാഷയിൽ ജങ്കാട എന്ന് പറയുന്ന ഒരു വേർഡുണ്ട്. ആ ജങ്കാട എന്ന് പറയുന്ന വേർഡിൽ നിന്നാണ് ചങ്ങാടം വന്നത് എന്ന് പറയപ്പെടുന്നു. എന്നാൽ വേറെ ചില ആൾക്കാർ പറയുന്നുണ്ട്, അതായത് സംസ്കൃതത്തിൽ സംഘാട എന്ന് പറയുന്നൊരു വേർഡുണ്ട്. ആ സംഘാടയിൽ നിന്ന് പോർച്ചുഗീസുകാർ കടം കൊണ്ട വേർഡാണ് ജങ്കാട എന്നതും. ആ ജങ്കാടയിൽ നിന്നാണ് കേരളത്തുകാർ കടം കൊണ്ട ചങ്ങാടം എന്ന് പറയുന്ന വേർഡുണ്ടായെന്നും പറയപ്പെടുന്നു. ഓക്കെ, 15-ാം നൂറ്റാണ്ടിൽ ആമസോൺ നദിയിൽ റാഫ്റ്റുകൾ അല്ലെങ്കിൽ തടികളൊക്കെ കൂട്ടിക്കെട്ടി അവർ ജലഗതാഗതത്തിന് ഉപയോഗിച്ചിരുന്ന അതിൻ്റെ പേര്, ആ മാർഗത്തിൻ്റെ പേരായിരുന്നു, അല്ല വണ്ടിയുടെ പേരായിരുന്നു ചങ്ങാടം എന്ന് പറയുന്നത്. അപ്പോൾ അത് പോർച്ചുഗീസുകാരുടെ വേറൊരു കാര്യം കൂടിയുണ്ട്. ജാങ്കോ എന്ന് പറഞ്ഞ വേർഡ് നിങ്ങൾക്കൊക്കെ പരിചയം ഉണ്ടാവും. പോർച്ചുഗീസിൽ നിന്ന് വന്നൊരു വേർഡാണ്. പോർച്ചുഗീസുകാർ ജാങ്കോ എന്ന് പറയുന്നത് ചെറിയ പായ്ക്കപ്പലിനാണ് പറയുന്നത്. ജാങ്കോ, ഞാൻ പെട്ടു എന്ന് പറയുന്ന ഫേമസ് ആയിട്ടുള്ള ഡയലോഗൊക്കെ നമ്മൾ ഓർക്കുന്നുണ്ട്. അപ്പോൾ ഈ ജാങ്കോ എന്ന് പറയുന്ന വേർഡ് ചെറിയ പായ്ക്കപ്പലിനാണ്, അല്ലെങ്കിൽ ജങ്ക് എന്ന് പറയുന്ന വേർഡ് ചെറിയ പായ്ക്കപ്പലിനാണ് ഉപയോഗിക്കുന്നത്. ജങ്ക് എന്ന് പറഞ്ഞ വേർഡിന് വേറൊരു അർത്ഥമുണ്ട്, അതായത് കച്ചറ അല്ലെങ്കിൽ അഴുക്ക് എന്നൊക്കെയുള്ള ഒരു അർത്ഥവുമുണ്ട്. അപ്പോൾ ഈ ജങ്ക് എന്ന് പറയുന്ന, അല്ലെങ്കിൽ ജാങ്കോ എന്ന് പറയുന്ന ചെറിയ ഒരു കപ്പലിന് പോർച്ചുഗീസിൽ ഉപയോഗിക്കുന്ന വേർഡാണ്. ഇതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് ഘടിപ്പിക്കുക, കൂട്ടിച്ചേർക്കുക എന്നൊക്കെയാണ് ഇതിൻ്റെ അർത്ഥം. ഘടിപ്പിച്ചത്, കൂട്ടിച്ചേർത്തത് എന്നൊക്കെയുള്ള ഒറ്റ വേർഡാണ് ഈ ജാങ്കോ എന്ന് പറയുന്നത്. അതിൽ നിന്നാണ് ജങ്കാർ എന്ന് പറയുന്ന വേർഡും ഉണ്ടായിരിക്കുന്നത്. ഇപ്പം ചങ്ങാടം എന്ന വേർഡിൻ്റെ അർത്ഥവും നിങ്ങൾക്ക് മനസ്സിലായി, ജങ്കാർ എന്ന വേർഡിൻ്റെ അർത്ഥവും നിങ്ങൾക്ക് മനസ്സിലായി. ഓക്കെ, ഇനി നാളത്തെ വേർഡ് ഓഫ് ദി ഡേ എന്ന് പറയുന്നത് നമ്മളൊക്കെ പറഞ്ഞു, പണ്ടാരടങ്ങിപ്പോയി എന്നൊക്കെ പറയത്തില്ലേ. അതായത് ഭയങ്കര ബാഡ് വേർഡാണെന്നാണ് നമ്മൾ ചിന്തിക്കുന്നത്. പക്ഷേ അതിന് വലിയൊരു അർത്ഥമുണ്ട്. അതെന്താണെന്ന് അറിയാമെങ്കിൽ ഇതിൻ്റെ കമൻറ്റ് ബോക്സിൽ കുറിക്കുക. ഇല്ല എന്നുണ്ടെങ്കിൽ നാളെ നമുക്കതിൻ്റെ കറക്റ്റായിട്ടുള്ള അർത്ഥം നോക്കാം. അപ്പോൾ നാളെ കാണാം.